ഹായ് എല്ലാവർക്കും SCIT സമഗ്രയിലേക്ക് സ്വാഗതം. ഇന്ന് കലാ, സാഹിത്യം, സാംസ്കാരികം ടോപ്പിക്കിലെ PYQ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഏകലവ്യൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാ? ഏകലവ്യൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് KM മാത്യു. ഏകലവ്യൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? KM മാത്യു ആണ്. ഇനി സിനിക്ക് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാ? സിനിക്ക് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് M വാസുദേവൻ നായർ. MT വാസുദേവൻ നായർ അല്ല, M വാസുദേവൻ നായരാണ് സിനിക്ക് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. കാണം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? EJ ഫിലിപ്പ്. EJ ഫിലിപ്പാണ് കാണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി AT കോവൂർ എന്നറിയപ്പെടുന്നതോ? AT കോവൂർ എന്ന പേരിൽ അറിയപ്പെടുന്നത് എബ്രഹാം തോമസ് ആണ്. എബ്രഹാം തോമസ് കേട്ടോ. എബ്രഹാം തോമസ് ആണ് AT കോവൂർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ M വാസുദേവൻ നായരുടെ തൂലികാനാമമാണ് സിനിക്ക്. KM മാത്യുയുടെ തൂലികാനാമമാണ് ഏകലവ്യൻ. EJ ഫിലിപ്പ് അറിയപ്പെടുന്നത് കാണം എന്ന പേരിലാണ്. EJ ഫിലിപ്പ് ഏത് പേരിലാണ്? കാണം എന്ന പേരിൽ അറിയപ്പെടുന്നത് EJ ഫിലിപ്പാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന കവി ആരാണ്? ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന കവിയാണ് വള്ളത്തോൾ. വള്ളത്തോളാണ് ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്നത്. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ആരാ? ശക്തിയുടെ കവിയാണ് ഇടശ്ശേരി. ഇടശ്ശേരിയാണ് ശക്തിയുടെ കവി. ഉറൂബ് എന്ന തൂലികാനാമത്തിൽ പ്രസിദ്ധനായ എഴുത്തുകാരൻ ആരാണ്? ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് PC കുട്ടിക്കൃഷ്ണൻ. ഉറൂബ് എന്ന തൂലികാനാമം ആരുടേതാണ്? PC കുട്ടിക്കൃഷ്ണന്റെ തൂലികാനാമമാണ്. നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാ? നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് PC ഗോപാലൻ. PC ഗോപാലനാണ് നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. ആനന്ദ് എന്ന തൂലികാനാമത്തിലോ? ആനന്ദ് ആരുടെ തൂലികാനാമമാണ്? P സച്ചിദാനന്ദന്റെ തൂലികാനാമമാണ് ആനന്ദ്. ആനന്ദ് എന്നത് P സച്ചിദാനന്ദന്റെ തൂലികാനാമമാണ് ആനന്ദ്. കൊടുപ്പുന്ന എന്നത് ആരുടെ തൂലികാനാമമാണ്? കൊടുപ്പുന്ന ഗോവിന്ദ ഗണകൻ. കൊടുപ്പുന്ന എന്നത് ഗോവിന്ദ ഗണകന്റെ തൂലികാനാമമാണ് കൊടുപ്പുന്ന. കേരള ചോസർ എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള ചോസർ എന്നറിയപ്പെടുന്നത് ചീരാമകവി. കേരള ചോസർ എന്നറിയപ്പെടുന്നത് ആരാണ്? ചീരാമകവിയാണ് കേരള ചോസർ എന്നറിയപ്പെടുന്നത്. ഒന്നേകാൽ കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ് ആരാ? ഒന്നേകാൽ കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവാണ് EMS നമ്പൂതിരിപ്പാട്. ഒന്നേകാൽ കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവാണ് EMS നമ്പൂതിരിപ്പാട്. കേരള സിംഹം എന്ന കൃതിയുടെ കർത്താവ് ആരാ? കേരള സിംഹം എന്ന കൃതിയുടെ കർത്താവാണ് സർദാർ KM പണിക്കറാണ്. കേരള സിംഹം എന്ന കൃതിയുടെ കർത്താവാണ് സർദാർ KM പണിക്കർ. ഒരു ദേശത്തിന്റെ കഥ എന്ന ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹമായ കൃതിയുടെ രചയിതാവാരാണ്? SK പൊറ്റക്കാട്. SK പൊറ്റക്കാടിനാണ് ഒരു ദേശത്തിന്റെ കഥ.